ഈ ആഴ്ച ജോലിക്ക് കൊണ്ടുപോകാനുള്ള റോൾ ഡോട്ട്സ് ആണ് ഞാനിവിടെ കുറുക്കിയെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാത്തരം നട്ട്സുകളും ഞാൻ ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്, നമ്മുടെ സിന്നമൺ പൗഡർ ചേർത്തിട്ടുണ്ട്, കപ്പലണ്ടി റോസ്റ്റഡ് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വാൾനട്ട്, ആൽമണ്ട്, പിന്നെ മധുരത്തിന് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. പക്ഷേ വെന്ത് കഴിയുമ്പോൾ ഈന്തപ്പഴം ഒന്നും തന്നെ ഇതിനകത്ത് നമ്മൾ കാണത്തില്ല. അതുപോലെ ഓട്സ് മിൽക്കിനകത്താണ് ഞാനിത് കുറുക്കിയെടുത്തിരിക്കുന്നത്. ഒരാഴ്ചത്തേക്ക് 3 ദിവസം ഞാൻ ജോലിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോകാനുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ കണ്ടെയ്നറിനകത്താക്കിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഞാനിത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോവേവിനകത്ത് വെച്ചല്ല ചൂടാക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇത് ഇറക്കി വെക്കും. അങ്ങനെയാണ് ഞാനിത് ചൂടാക്കുന്നത്. അല്ലാതെ നമ്മളിത് നേരിട്ട് അടുപ്പത്ത് വെച്ച് ഈ പാത്രം അടുപ്പത്ത് വെച്ചല്ല ചൂടാക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിന് വെള്ളം തിളപ്പിച്ച വെള്ളത്തിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് എന്നിട്ട് ഞാൻ സ്പൂണിട്ട് ഇളക്കും. അങ്ങനെയാണ് ഞാനിത് ജോലിയിൽ കൊണ്ടുവച്ച് കഴിക്കുന്നത്. എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാമോ. പോരാത്തതിന് ലാസ്റ്റ് നമ്മൾ നെയ്യും ചേർത്തിട്ടുണ്ട്. നല്ലൊരു തവി നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടാക്കിയെടുക്കുന്നതിന് 5 ഡേറ്റ്സാണ് ചേർത്തിരിക്കുന്നത്. 5 ഓർഗാനിക് ഡേറ്റ്സാണ് ചേർത്തിരിക്കുന്നത്. നല്ല മധുരമാണ്. പ്രത്യേകിച്ച് നമ്മളതുകൊണ്ട് വേറെ മധുരമൊന്നും തന്നെയും ചേർക്കുന്നില്ല. ഇത് ടോട്ടലി ആണ് നമ്മൾ 5 ഡേറ്റ്സ്. നല്ല മധുരമുണ്ട്, ഇഷ്ടംപോലെ നട്ട്സും. ഇനി ഞാൻ 3 ദിവസത്തേക്ക് രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. എന്നിട്ട് തിളച്ച വെള്ളത്തിനകത്ത് ഈ പാത്രം ഇറക്കി വെച്ചാണ് ഞാൻ ചൂടാക്കി കഴിക്കുന്നത്. അന്നേരം ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും നമ്മളങ്ങനെ ചൂടാക്കുമ്പോൾ. ഇതേപോലെ ആവി വറക്കുമ്പോഴായിരിക്കും ഞാൻ എടുത്ത് മാറ്റി കഴിക്കാൻ തുടങ്ങുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. രാവിലെ കഴിച്ചാൽ ഉള്ളത് പറയാമല്ലോ, 10-11 മണി വരെ നമുക്ക് വേറെ യാതൊരു ഫുഡും വേണ്ട. ഞാൻ അവിടെ രാവിലെ 7 മണിക്കാണ് കഴിക്കുന്നത്. 7 മണിക്ക് കഴിച്ചാൽ ഞാൻ വീട്ടിൽ വന്ന് 10 മണിക്കാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അതും കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഫുഡ് കഴിക്കത്തുള്ളൂ. ഇത്രയുമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഒത്തിരിയാണ്, വയറ് നിറയട്ടെന്ന് കരുതിയാണ് ഇത്രയും കൊണ്ടുപോകുന്നത്. ഇത് കണ്ടാൽ ആർക്കും പായസം പോലെ തന്നെ തോന്നും. സത്യമാണിത് പായസത്തിൻ്റെ രുചി തന്നെയാണ്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിനകത്ത് നട്ട്സ് നമുക്ക് ഇങ്ങനെ ക്രഞ്ചിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മളിട്ട ചിയ സീഡാണ് ഇങ്ങനെ ഈ ചവ്വരിയൊക്കെ വെന്ത് പൊങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നത് ചിയ സീഡാണ്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ചിയ സീഡിനകത്ത് ഒരു സ്വല്പം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു നേരം കഴിക്കും. 3